നമസ്തേ. സൂത്രം 15 പറഞ്ഞ അപരവൈരാഗ്യം എന്ന സംപ്രജ്ഞാത സമാധിയെക്കുറിച്ചാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. സംപ്രജ്ഞാത സമാധി അതെത്രണ്ണമുണ്ട്, അതിൻ്റെ പ്രത്യേകത എന്ത് എന്നതാണ് ഈ സൂത്രത്തിൽ കൂടി പറയുന്നത്. സൂത്രം 17 വിതർക്ക വിചാരാനന്ദാസ്മിത രൂപാനുഗമാത് സംപ്രജ്ഞാത. അതാണ് സൂത്രം. വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിത, ഇങ്ങനെ 4 തരത്തിലാണ് സംപ്രജ്ഞാത സമാധി ഉള്ളത്. അത് രൂപാനുഗമാത്, അത് രൂപത്തെ ആശ്രയിച്ചിട്ടാണ്, വിഷയത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ഈ സംപ്രജ്ഞാത സമാധി ഉള്ളത്. വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിതം എന്നിങ്ങനെ 4 പറയുന്നത് സ്ഥൂല രൂപത്തിൽ നിന്നും സൂക്ഷ്മ രൂപത്തിലേക്കുള്ള നമ്മുടെ വൈരാഗ്യത്തിൻ്റെ ഗതിയെയാണ്, അതിൻ്റെ പോക്കിനെയാണ്. നമ്മൾ ആദ്യം വിതർക്ക സവിതർക്ക സംപ്രജ്ഞാത സമാധിയിലാണ് എത്തുക. സവിതർക്കം വിഷയാധിഷ്ഠിതമായ സ്ഥൂല രൂപത്തിൽ വസ്തുക്കളെ കാണുക, അതിനെ ഒരു വിഷയമായി സ്വീകരിക്കുക. ദൈവത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ, വിഗ്രഹങ്ങൾ, രൂപങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ മിക്കവാറും എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സ്വീകരിക്കുന്നതാണ് ഈ ഒരു രീതി. അതിനെയാണ് സവിതർക്ക സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അവിടെ സ്ഥൂല രൂപമാണുള്ളത്. മന്ത്രം എന്ന് പറയുന്നതും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു രൂപമാണ്. അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ശബ്ദത്തിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടും. സംഭവിക്കുന്ന എന്താണ്? മന്ത്രം യാന്ത്രികമായി ഉച്ചരിച്ചു കഴിയുമ്പോഴേക്ക് ആ ഏകാഗ്രത ഉണ്ടാവില്ല. നമ്മൾ പല ചിന്തകളിൽ കൂടിയായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴും നമ്മൾ ഈ സവിതർക്ക സംപ്രജ്ഞാത സമാധിയിൽ എത്തില്ല. അപ്പം ബോധപൂർവം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജപിക്കണം. അപ്പോൾ പണ്ടേ ഒരു മന്ത്രം തന്നെയാണ് ജപിക്കുന്നത്, ഇപ്പോഴും ആ മന്ത്രം തന്നെയാണ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ആ മന്ത്രത്തിൻ്റെ ആത്മസത്തയെ മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതാണ് സവിതർക്ക സംപ്രജ്ഞാത സമാധി. രണ്ടാമത്താണ് സവിചാരം, വിചാരം എന്ന് പറയുന്നത്. വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഈ രൂപം ഉപേക്ഷിക്കും, ഈ മന്ത്രം ഉപേക്ഷിക്കും, ആ മന്ത്രത്തെയും രൂപത്തെയും ഉള്ളിലേക്ക് കൊണ്ടുവരും. അതാണ് സവിചാരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഒറ്റയിരിപ്പിൽ എത്ര സമയം വരെ ഇരിക്കാം, ശരീരത്തെ അനക്കാതെ എത്ര സമയം വരെ ഇരിക്കാം, അതാണ് ആദ്യം പരിശീലിക്കേണ്ടത്. അങ്ങനെ പരിശീലിച്ച് ഏതെങ്കിലും ഒരു സുഖാസനം നമ്മൾ ശീലമാക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സവിതർക്കം വരുന്നത്. ഒരു രൂപം, ഒരു ദീപം കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപം നമ്മുടെ മുന്നിൽ വെക്കുക, ഒരു ചിത്രം വെക്കുക. അങ്ങനെ അതിലൊന്നും വിശ്വാസമില്ല, മന്ത്രങ്ങളിലാണ് വിശ്വാസമുള്ളെങ്കിൽ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് എന്താണ് നിങ്ങളുടെ ഇതുള്ളത്, ആ മന്ത്രം ജപിക്കുക. മതവിശ്വാസമൊന്നും അതിൻ്റെ ആഗ്രഹമില്ല. ഭൗതികതയിൽ നിരീശ്വരവാദത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നിരീശ്വരവാദാധിഷ്ഠിതമായ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ മതി. ഏതായാലും ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ ആ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിന്നു. ക്രമേണ നമ്മൾ കണ്ണൊക്കെ അടച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കും. ഇതാണ് സവിചാര സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്ക് നമ്മൾക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ഇടപെടുന്നത് കൊണ്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൂക്കിൻ്റെ അറ്റമാണെങ്കിൽ, മൂക്കിൻ്റെ അറ്റം അവിടെയാണെങ്കിൽ അത് ഗന്ധമാണ് അവിടെ വരുന്നത്, മണം. ഒരു അലൗകികമായ ഗന്ധം സ്വീകരിക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കും. രുചിയോട് കൂടുതൽ താല്പര്യമുള്ള ആളാണെങ്കിൽ നാവിൻ്റെ അറ്റം, ടിപ്പ്, ഈ ടിപ്പിൽ ശ്രദ്ധിക്കുക. വായ അടച്ചു വെച്ച് നാവിൻ്റെ അറ്റം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഒരു രുചി, അലൗകികമായ ഒരു രുചി നമ്മൾ അനുഭവിക്കും. അതല്ല രൂപങ്ങളിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? താലു, അണ്ണാക്ക്
മേലെണ്ണാക്കിൽ സോഫ്റ്റ് പെലറ്റ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് രൂപങ്ങൾ, ഒരലൗകികമായ രൂപം നമ്മൾ കാണും, നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ പിന്നെ ശബ്ദത്തിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നാവിൻ്റെ റൂട്ടിൽ, ജിഹ്വാഗ്രം എന്ന് പറയും, റൂട്ടിൽ ചെവിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം നാവ് പൊങ്ങി വരുന്ന ആ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോഴേക്ക് നമ്മൾക്ക് എന്ത് കിട്ടും? ശബ്ദം, അലൗകികമായ ശബ്ദം നമ്മൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇങ്ങനെ നാവിൻ്റെ അറ്റം, മദ്യം, അതുപോലെ അതിൻ്റെ റൂട്ട്, മേലെണ്ണാക്ക്, മൂക്ക്, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചാൽ മതി. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അലൗകികമായ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. അതാണ് സവിചാര സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അത് ആ ലെവലിലേക്ക് എത്താൻ കുറച്ച് ദിവസം എടുക്കും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തും. അതാണ് സാനന്ദം, ആനന്ദം ഉണ്ടാകുന്ന ഒരവസ്ഥ. ഈ സവിചാര സംപ്രജ്ഞാത സമാധിയും കഴിഞ്ഞ് നമ്മുടെ അവയർനെസ്, നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രത ചിത്തത്തിലേക്ക് പോകും, ഉള്ളിലേക്ക് പോകും. ഈ വിഷയങ്ങളും വിട്ട് നമ്മൾ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, മിഡ് ബ്രെയിനിലേക്ക്. നമ്മുടെ തലച്ചോറിൻ്റെ സെറിബ്രത്തിൻ്റെ ലോവർ പാർട്ടിൽ, തലാമസിൻ്റെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഒരു ആനന്ദം, ഒരു സുഖം ഉണ്ടാകും, ഒരു പ്രത്യേകമായ ഒരു സുഖം ഉണ്ടാകും. ഒരു ഡോപ്പമിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അത് അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തലച്ചോറിൽ തന്നെ റിവാർഡ് സെക്ഷൻ, നമ്മൾ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ഡോപ്പമൈൻ. അപ്പോൾ ലൈംഗിക ആവേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഭക്ഷണത്തോട് താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ കൂടുതൽ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനെ നമ്മൾ കുറച്ച് നിയന്ത്രിക്കും. അപ്പോൾ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അത് നമ്മൾ നിയന്ത്രിക്കപ്പെടുകയും ഇന്ദ്രിയങ്ങളോടുള്ള താല്പര്യം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വിഷയങ്ങളുടെ താല്പര്യം നിയന്ത്രിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സുഖം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അതാണ് സാനന്ദ സംപ്രജ്ഞാത സമാധി എന്ന് പറയും. നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ചു. 10 ഇന്ദ്രിയങ്ങളാണ്, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായി 10 എണ്ണമാണുള്ളത്. അത് കഴിഞ്ഞാൽ 11ാമത്തെ മനസ്സ്, അതിനെയും ജയിച്ചു. അതിനെയും ജയിച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മുടെ ഉള്ളിലുള്ളത് ജയിച്ചു എന്ന് പറയുന്നൊരു ഭാവം നമുക്ക് ഉണ്ടാവും. കാണുന്ന ഞാനുണ്ടാവും, കാണുന്ന വിഷയവും ഉണ്ടാവും. അതിന് അഹങ്കാരം എന്നാണ് പറയാം. ഞാൻ നല്ല സുഖം അനുഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മൾക്കുണ്ടാവും. ആ അഹങ്കാരത്തെയും നമ്മൾ കടക്കണം, ആ ബുദ്ധിയെയും നമ്മൾ കടക്കണം, ആ ചിന്തയെയും കടക്കണം. എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നുണ്ടോ, ചിന്ത വരുന്നില്ലേ എന്നിങ്ങനെ നോക്കുന്ന ഒരു ഞാനുണ്ടാവും. ആ നോക്കുന്ന ഞാനിനെയും എന്ത് ചെയ്യണം? കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്നതാണ് ചിത്തേകാഗ്രതയിലേക്ക് മാത്രം എത്തിച്ചേരും. ചിത്തവുമില്ല, എന്നാൽ ഏകാഗ്രത എന്ന് പറയുന്നൊരു പ്രത്യേകമായൊരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനെയാണ് സാസ്മിത സംപ്രജ്ഞാത സമാധി എന്ന് പറയുക. ഈ സാസ്മിത സംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തുമ്പോഴേക്കാണ് പുരുഷഖ്യാതൈർ, പുരുഷൻ പ്രകാശിക്കും എന്ന് പറയുന്നത്. ആ പുരുഷൻ പ്രകാശിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്തായി? ഇത് അപരവൈരാഗ്യമാണ്. പരവൈരാഗ്യത്തിലേക്ക്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വൈരാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പം ഈ 4 വൈരാഗ്യാവസ്ഥകളെയും ഏകാഗ്രതയുടെ ഈ 4 തലങ്ങളെയും കടന്നാൽ സംപ്രജ്ഞാത സമാധി കടന്നു. ഈ സംപ്രജ്ഞാത സമാധി കടന്നതിന് ശേഷമാണ് സംപ്രജ്ഞാത സമാധി അല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അതിന് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. സംപ്രജ്ഞാത സമാധി അല്ലാത്ത സമാധി അവസ്ഥ, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സൂത്രത്തിൽ പറയുന്ന രൂപാനുഗമാത് എന്നൊരു വാക്കതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഈ സംപ്രജ്ഞാത സമാധി മുഴുവനിലും എന്തുണ്ട്? ഒരു വിഷയമുണ്ട്. ആ വിഷയാധിഷ്ഠിതമായിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ സബീജ സംപ്രജ്ഞാത സമാധി എന്ന് പറയും. സാലംബന സംപ്രജ്ഞാത സമാധി, ഒന്നിനെ അവലംബിച്ചുകൊണ്ട്
ഒരു സമാധി അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിന് സാലംബന അസംപ്രജ്ഞാത സമാധി എന്നും ഇതിന് പേരുണ്ട്. ഇതും കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ അസംപ്രജ്ഞാത സമാധി പരവൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരുക. അത് അടുത്ത സൂക്തത്തിൽ കാണാം. നമസ്തേ.